ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ചെറുപഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനായിട്ടൊരു 10-17 ചെറുപഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അരച്ച് വെച്ച പഴത്തിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കട്ട കെട്ടാതെ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് മിക്സ് ചെയ്താണ്. ഇപ്പം നമ്മുടെ പഴത്തിൻ്റെ മിക്സ് നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പഴത്തിൻ്റെ മിക്സ് പാനിൽ നിന്ന് വിട്ടുപോരുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ഗ്രീസ് ചെയ്ത പാനിലേക്ക് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് സെറ്റാവാൻ വെക്കുന്നുണ്ട്. തണുത്താറിയതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഇതിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചെറുപഴം വെച്ചിട്ടുള്ള അലുവ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.